guys, my name is Sarita and welcome to Curry Trends. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ കൂടുതലും ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാനൊരു ഡിസൈനിങ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നോർമലി സൽവാർ കമീസും ചുരിദാറൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ദുപ്പട്ട കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ദുപ്പട്ട നോർമലി 2.5 മീറ്റേഴ്സിൻ്റെ ദുപ്പട്ടയാണ്. നമ്മൾ ചിലപ്പോൾ ഈ സൽവാർ കമീസും ചുരിദാറൊക്കെ കുറേ പ്രാവശ്യം ഇട്ടത് ഫേഡായി പോകും. പക്ഷെ ദുപ്പട്ട ചിലപ്പോൾ പുതിയതായിട്ടിരിക്കും, അത് ചീത്തയാവേയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇത് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ കളയണമെങ്കിലോ നമ്മളത് മൊത്തത്തിൽ അങ്ങ് എടുത്തങ്ങ് കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ദുപ്പട്ട ഇപ്പോൾ 2.5 മീറ്റർ ലോങ് ഒരു തുണിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് അത് വെച്ച് നമുക്ക് എന്തെങ്കിലും പുതിയ ഔട്ട്ഫിറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, എന്ത് ഡിസൈൻ ചെയ്യണം, എന്ത് ഔട്ട്ഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊന്നും ഒരു ക്ലിയർ ഐഡിയ ഇല്ലാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പല ഡിസൈൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള ദുപ്പട്ട ഏത് ടൈപ്പാണ് അതനുസരിച്ച്, ഇപ്പം നിങ്ങളുടെ കോട്ടൺ ഉണ്ടാവും, സിൽക്ക്, ബ്രോക്കേഡ്, നെറ്റിൻ്റെ ദുപ്പട്ട, ഷിഫോൺ, ജോർജറ്റ്, പല ടൈപ്പ് ദുപ്പട്ടയാണോ, പല പ്രിൻ്റുള്ള ദുപ്പട്ടയാണോ, കലംകാരി പ്രിൻ്റ്, ഫുൾക്കാരി പ്രിൻ്റ്, അങ്ങനെ പല പ്രിൻ്റിലുള്ള ദുപ്പട്ട ഉണ്ടാവും. അങ്ങനെ ഏത് ഒരു ടൈപ്പ് ദുപ്പട്ടയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ച് നമുക്ക് പുതിയൊരു ഔട്ട്ഫിറ്റ് ആ ഒരു പീസ് ഓഫ് തുണിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ ദുപ്പട്ട റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ സ്റ്റേ ടിൽ ദി എൻഡ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു തിക്ക് മെറ്റീരിയൽ ദുപ്പട്ടയാണെന്ന് വെച്ചാൽ ലൈക്ക് ബ്രോക്കേഡോ, ബനാറസി സിൽക്കോ, അല്ലെങ്കിൽ ഒരു തിക്ക് കോട്ടൺ മെറ്റീരിയൽ, ഏതെങ്കിലും മെറ്റീരിയൽ ഇച്ചിരി കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് നല്ല രസമുള്ള ജാക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബനാറസി സിൽക്ക് വെച്ചുള്ള ദുപ്പട്ടയിലെ ഒരു ജാക്കറ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രഡീഷണൽ വെയർ ആയിട്ട് അത് പെയർ അപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്ലെയിൻ സിൽക്ക് കുർത്തയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു പ്രിൻറ്റഡ് ബനാറസി സിൽക്കിൻ്റെ ജാക്കറ്റൊക്കെ നല്ലൊരു ട്രഡീഷണൽ ആൻഡ് ക്ലാസി വെയർ ആയിട്ട് നിങ്ങൾക്കത് ഏത് ഫങ്ഷൻസിന് വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ബ്രോക്കേഡ് ആണെങ്കിലും അതേപോലെ ഇപ്പോൾ മാക്സി ഡ്രസ് ആണെങ്കിലും സാരിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ടീം അപ്പ് ചെയ്ത് നിങ്ങൾക്ക് നല്ല നല്ല ഫങ്ഷൻസിന് വരെ ഇത് പെയർ ചെയ്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ദുപ്പട്ട ഇടാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലത്തെ തുണിയിലെ ജാക്കറ്റ് ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്താൽ മതി. ഈ 2.5 മീറ്ററിലെ തുണിയിൽ ഷോർട്ട് ജാക്കറ്റ്സ് മാത്രമല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ലെങ്ത് കൂടിയെന്ന് വെച്ചാൽ നീ ലെങ്ത് വരാൻ ഫുൾ ലെങ്ത്തിൻ്റെ ജാക്കറ്റ്സ് ഒക്കെ കിട്ടാൻ അതിൽ നിന്ന് കിട്ടാൻ പാടായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് 3/4 ലെങ്ത് വരെ ഉള്ള ജാക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റും. കൂടുതൽ ഫ്ലെയർ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, അത്രയ്ക്കൊന്നും പറ്റില്ല. 3/4 ലെങ്ത്തിലുള്ള ജാക്കറ്റ്സ് വിത്ത് സ്ലീവ്സ് നിങ്ങൾക്ക് ഈ ഒരു ദുപ്പട്ടേനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ 3/4 ലെങ്ത് ജാക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ പെയർ ചെയ്യാം, ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ പെയർ ചെയ്യാം, ഈവൻ ജീൻസ് ആൻഡ് ടോപ്പിൻ്റെ കൂടെ ഒക്കെ അത് പെയർ ചെയ്താൽ നല്ലൊരു ഇൻഡോ വെസ്റ്റേൺ ലുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോട്ടൺ ദുപ്പട്ടാസിൽ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇന്ത്യൻ പ്രിൻറ്റ്സ് ഉണ്ടാവും. ലൈക്ക് അജ്രക് പ്രിൻറ്റ്, അല്ലെങ്കിൽ കലംകാരി പ്രിൻറ്റ്, അല്ലെങ്കിൽ ഫുൾക്കാരി ദുപ്പട്ടാസ്. ഇങ്ങനത്തെ ദുപ്പട്ടാസ് കുറച്ച് മെറ്റീരിയൽ തിന്നാണെങ്കിലും അതിൻ്റെ കൂടെ ലൈനിങ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ജാക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ജാക്കറ്റ്സ് ഒക്കെ നമുക്കൊരു ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ മാക്സി ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഇന്ത്യൻ ടച്ചുള്ള ഒരു വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സപ്പോസ് ഇപ്പോൾ മെറ്റീരിയൽ നിങ്ങൾക്ക് കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഇപ്പോൾ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഫ്ലോയി നെറ്റിൻ്റെ മെറ്റീരിയൽ, അല്ലെങ്കിൽ ജോർജറ്റ്, ഷിഫോൺ, ഇങ്ങനത്തെ മെറ്റീരിയലിൻ്റെ ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടോപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ പെപ്ലം ടോപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഹാഫ് നിങ്ങൾക്ക് ലൈനിങ് ഇട്ടിട്ടും ബാക്കിയെല്ലാം നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആക്കി ഇടാം. അതല്ല ഷോർട്ട് കുർത്ത വേണമെങ്കിൽ അതും ഈ ഒരു ഇത്രയും മെറ്റീരിയലിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര ഫ്ലെയർ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഷോർട്ട് കുർത്താസും ഷോർട്ട് കുർത്തീസൊക്കെ നിങ്ങൾക്ക് ഈ മെറ്റീരിയലിന് ക്രിയേറ്റ് ചെയ്യാം. ട്രാൻസ്പെറൻറ്റ് ദുപ്പട്ടാസിൻ്റെ ആ ട്രാൻസ്പെറൻസിയുടെ അഡ്വാൻറ്റേജ് എടുക്കണം. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെ ആ ട്രാൻസ്പെറൻസി കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ആ ട്രാൻസ്പെറൻസി കൊടുക്കണം. ഇപ്പോൾ സപ്പോസ് സ്ലീവ്സിൽ ഷോർട്ട് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സ്ലീവ് ട്രാൻസ്പെറൻറ്റ് ലുക്ക് കൊടുക്കാം. അതല്ല നമ്മളുടെ വേസ്റ്റ് ലൈനിൻ്റെ താഴോട്ടൊരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു മെറ്റീരിയൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ കൊടുക്കാം. നോർമലി ഇങ്ങനത്തെ മെറ്റീരിയൽസിൽ, ഇങ്ങനത്തെ ദുപ്പട്ടാസിലൊരു ബോർഡറൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഗോൾഡ് ബോർഡറോ അങ്ങനെ എന്തെങ്കിലും ബോർഡർ ഉണ്ടെങ്കിൽ ആ ബോർഡർ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്സിൻ്റെ അറ്റത്തോ ഇല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് ലൈനിൽ ആ ഒരു ബോർഡർ അറ്റാച്ച് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ, ഒരു ഡിഫറെൻ്റ് ഒരു ലുക്കുള്ള നല്ല ഡിസൈനർ വെയർ പോലത്തെ ടോപ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള ഒരു ആക്സസറിയാണ് കേപ്പ് എന്ന് പറയുന്നത്. കേപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെ യൂസ് ചെയ്യും, നമുക്ക് ഇന്ത്യൻ വെയറിൻ്റെ കൂടെ സാരീസിൻ്റെ കൂടെ ഒക്കെ ആൾക്കാർ കേപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ നെറ്റ് മെറ്റീരിയൽ വെച്ച് ചെയ്ത് തരാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമുക്കിപ്പോൾ ട്യൂബ് ടോപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ കേപ്പ് ഇടുകയാണെങ്കിൽ നല്ല ലുക്കാണ്. അപ്പം ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പോ ഒക്കെ ഉണ്ടാക്കാമെന്ന് പറയുന്നത് വലിയ അത്ഭുതമുള്ള കാര്യമല്ല അല്ലേ. ഇതുപോലത്തെ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് ഉണ്ടല്ലോ, ഞാൻ ഇത്രയും ചെറിയ ഒരു ക്രോപ്പ് ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. ഒരു പെപ്ലം സ്റ്റൈലിൻ്റെ ഒരു ടോപ്പാണ്. ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ദുപ്പട്ട വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇച്ചിരി കനം കുറഞ്ഞ ദുപ്പട്ടയാണെങ്കിൽ ലൈനിങ്ങും കൂടെ ആഡ് ചെയ്താൽ മതി. സിൽക്കിൻ്റെ ദുപ്പട്ടയാണെങ്കിൽ ഒക്കെ നമുക്ക് ബ്ലൗസ് ഉണ്ടാക്കാം. സാരിക്ക് പറ്റിയ ബ്ലൗസ് നമുക്ക് ലൈനിങ് വെച്ചിട്ട് സിൽക്ക് ദുപ്പട്ട വെച്ചൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വേറെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പ് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളത് കാഫ്താൻ ടോപ്പാണ്. കാഫ്താൻ എന്ന് പറയുന്നത് ഞാനിവിടെ പിക്ചർ ഇട്ടേക്കാം. അപ്പോൾ കാഫ്താൻ ടോപ്പ് എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക് മനസ്സിലാവും. അത് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. സ്റ്റിച്ചിങ് അറിഞ്ഞൂടാത്തവർക്ക് കൂടി ഭയങ്കര ഈസി ആയിട്ട് കാഫ്താൻ ടോപ്പ് ഉണ്ടാക്കാം. അതിൻ്റെ അടിയിൽ നമുക്ക് ലെഗിങ്സോ അല്ലെങ്കിൽ 3/4 ആയിട്ടുള്ള പാൻസോ സിഗരറ്റ് പാൻസോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ്, ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. സിമ്പിൾ ആയിട്ടൊരു A-line കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് 2.5 മീറ്റർ തുണിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ 2.5 മീറ്ററിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കിൻ്റെയും ബ്രോക്കേഡിൻ്റെയും ഒക്കെ ദുപ്പട്ട ഉള്ളപ്പോൾ നമുക്ക് അത് വെച്ചൊരു കുർത്ത ഉണ്ടാക്കിയാൽ എന്താ. ഇപ്പോൾ സപ്പോസ് ഞങ്ങൾക്ക് ലെങ്ത് കുറവായിട്ടൊക്കെ, നല്ല പൊക്കമുള്ളവർക്കൊക്കെ ഇച്ചിരി ലെങ്ത് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അറ്റത്ത് നമുക്ക് ലേസോ അല്ലെങ്കിൽ ബോർഡറോ എക്സ്ട്രാ വാങ്ങിച്ച് നമുക്ക് അതിൽ സ്റ്റിച്ച് ചെയ്ത് ചേർത്താൽ മതി. അപ്പോൾ നല്ല ഒരു ബോർഡറും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നോർമലി എൻ്റെ ഹൈറ്റിലൊക്കെ ഉള്ളവർക്ക് 2.5 മീറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കുർത്ത 2.5 മീറ്ററിൽ സ്റ്റിച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ 2.5 മീറ്ററിൽ സുഖമായിട്ട് എനിക്ക് 3/4 സ്ലീവ്സ് വെച്ചിട്ട് ഒരു നല്ലൊരു കുർത്ത നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ബാന്തിനി പ്രിൻ്റുള്ള ദുപ്പട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാന്തിനി പ്രിൻ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത് ടിപ്പിക്കൽ ഗുജറാത്തി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. നോർമലി അതിൽ നമുക്ക് ബോട്ടാപ്പത്തിയുടെ ലേസൊക്കെ വന്നിട്ട് ചെറിയ മിറർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ദുപ്പട്ടാസാണ് നമുക്ക് ബാന്തിനി പ്രിൻ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 ദുപ്പട്ട ഉണ്ടെങ്കിൽ ഒരുവിധം മാച്ചിങ് കളേഴ്സ് ആണെങ്കിൽ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ല ഫ്ലെയർ ഉള്ളൊരു സ്കേർട്ട് റെഡി ആക്കാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷൻസിനും അതല്ല കോളേജ് എന്തെങ്കിലും ഫങ്ഷൻസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ദുപ്പട്ട യൂസ് ചെയ്യുമ്പോൾ ട്രഡീഷണൽ ഒരു ലുക്കാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്ലൗസോ ചോലിയോ ടോപ്പോ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ ഈ ഒരു പാവാടയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ട്രഡീഷണൽ ലുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ സിൽക്കിൻ്റെ ദുപ്പട്ടയാണ്, പ്ലെയിൻ ദുപ്പട്ടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ടോപ്പ് മാത്രമല്ല നിങ്ങൾക്ക് ബോട്ടംസും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ലൈക്ക് സിഗരറ്റ് പാൻസ് സ്റ്റിച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഫ്ലെയർ അല്ലാത്ത പലാസോസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. ചെറുതായിട്ട് വൈഡ് ബോട്ടംഡായിട്ടുള്ള പലാസോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നല്ല സിൽക്കിൽ ഒരു കുർത്തയും കൂടെ പെയർ ചെയ്താൽ നല്ലൊരു ഫംഗ്ഷനിൽ ഇടാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഞാൻ ഐഡിയാസ് തന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബോണസ് ഐഡിയ കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഉണ്ടെന്ന് വെച്ചോ, ഈ ദുപ്പട്ടയുടെ ചെറിയ ചെറിയ പീസസ് നമുക്ക് വേറെ ഒരു കുർത്ത ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് യോക്ക് പോർഷനിൽ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഡിസൈനിന് വേണ്ടിയിട്ട് ഈ ഒരു ദുപ്പട്ടയുടെ പീസ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റും. സെയിം ഓൾമോസ്റ്റ് ഒരു കോൺട്രാസ്റ്റ് ഡിസൈനാണ്, കോൺട്രാസ്റ്റ് പ്രിൻ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ യോക്ക് പോർഷനിൽ മാച്ച് ചെയ്യാം. അത് മാത്രമല്ല കയ്യിൽ നമ്മൾ ബോർഡർ വെക്കുകയാണ്, ഇല്ലെങ്കിൽ കുർത്തയുടെ താഴത്തെ പോർഷനിൽ ഒരു ഇത്രയും ഒരു 3-4 ഇഞ്ചിൻ്റെ ബോർഡർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു ദുപ്പട്ടയിൽ നിന്ന് പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ബോർഡറായിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തിനും ഏത് ഒരു ഡ്രസ്സ് ഇല്ലെങ്കിൽ ഒരു മാക്സി ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ അതിന് യോക്ക് പോർഷൻ വേണം, അല്ലെങ്കിൽ നമുക്ക് പാനൽ വെക്കുന്നതിന് നമുക്ക് ഓരോ പാനലായിട്ട് കട്ട് ചെയ്യണം. ഒരു പാനൽ ഈ ദുപ്പട്ടയുടെ ചെയ്യാം, ഒരു പാനൽ പ്ലെയിൻ ആയിട്ട് ചെയ്യാം. അങ്ങനെ തന്നെ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റ് പാനൽസ് വെച്ചിട്ട് ഒരു വലിയ മാക്സി ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഒരു ദുപ്പട്ടയുടെ ഒരു തുണി ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് പീസ് ആക്കിയിട്ട് നമുക്ക് വേറൊരു ഔട്ട്ഫിറ്റിന് അറ്റാച്ച് ചെയ്ത് ഒരു പുതിയ ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സച്ച് ബ്യൂട്ടിഫുൾ ഐഡിയാസ് റൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം
ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഐഡിയയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സപ്പോസ് ഇതുപോലത്തെ സിൽക്കിൻ്റെയും അല്ലെങ്കിൽ നല്ല കുറച്ച് ഫെസ്റ്റീവ് ലുക്കുള്ള ദുപ്പട്ടാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹോം ഡെക്കോറിന് വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റും. Okay, so that's an extra tip that I'm giving you. Home decor എന്ന് പറയുമ്പോൾ for example you can stitch cushion covers with it. Suppose നമുക്ക് ഫുൾ ദുപ്പട്ട യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മുകളിലത്തെ പോർഷൻ നമുക്ക് ദുപ്പട്ട യൂസ് ചെയ്തിട്ട് താഴത്തെ പോർഷൻ നമുക്ക് പ്ലെയിൻ തുണി യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു ദുപ്പട്ട വെച്ച് 3-4 കുഷൻ കവേഴ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ദിവാലി ഫംഗ്ഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ വീടൊന്ന് ഒരു ഫെസ്റ്റീവ് മൂഡിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ദുപ്പട്ടാസ് നമുക്ക് പല രീതിയിൽ പല നമ്മുടെ ഹോം ഡെക്കോറിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ടേബിൾ റണ്ണറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതുപോലെ കുഷൻ കവേഴ്സ്, പില്ലോ കവേഴ്സ്, അല്ലെങ്കിൽ കേർട്ടൻസ്. നമ്മൾ ഹാഫ് കേർട്ടൻ ഒക്കെ ഉണ്ടല്ലോ, കിച്ചണിൻ്റെ ഒക്കെ ഹാഫ് കേർട്ടൻ ഇടും. അപ്പോൾ അങ്ങനത്തെ ഹാഫ് കേർട്ടൻസ് ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ യു ജസ്റ്റ് ഹാവ് ടു ബി ക്രിയേറ്റീവ്, ജസ്റ്റ് ഹാവ് ടു തിങ്ക് ഓഫ് ന്യൂ ഐഡിയാസ് as to what to do with these clothes. So yeah, that's it guys. These are some of the ideas that I had when I was thinking about making this video. Hope you guys liked it, and do hit the like button and do subscribe to the channel if you like such videos, and I'll definitely meet you in the next one. Till then, bye.